ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ് ടൈപ്സ് ഓഫ് ഫീച്ചേഴ്സ്. ടൈപ്സ് ഓഫ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര തരം ഫീച്ചറുകൾ ഉണ്ടെന്നാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെയാണ് പ്രൊഫൈൽസ് ഓർ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ്. പ്രൊഫൈൽസ് ഓർ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് 2 ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ്, 3 ന്യൂസ് ഫീച്ചേഴ്സ്, 4 ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചേഴ്സ്, 5 കോളംസ്, 6 റിവ്യൂസ്, 7 എസ്സേസ്, 8 ഫോട്ടോ ഫീച്ചേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൻ്റെ ടൈറ്റിലിന് താഴെയായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്നാമത്തേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഫൈൽസ് എന്നാൽ എന്തെന്ന് നോക്കാം. അപ്പോൾ ഫീച്ചറുകൾ എത്ര തരം എന്നുള്ളതിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളതാണ് ഇത്. ഒരു പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീച്ചർ സ്റ്റോറിയാണ്. ആ ഫീച്ചർ സ്റ്റോറിയിൽ ഒരു പേഴ്സണാലിറ്റിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഒരു ഇൻഡിവിജ്വലിനെ പ്രധാന ഭാഗമായിട്ടെടുത്ത് അതിനെ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് വിവരിക്കുന്ന തരം സ്റ്റോറിക്കാണ് നമ്മളെന്ത് പറയുന്നത്, പ്രൊഫൈൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ്. ഇങ്ങനെ പ്രൊഫൈൽസിൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സിൽ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ, അല്ലേ, അതൊരു സെലിബ്രിറ്റി ആവാം, നമുക്ക് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീനെ മനസ്സിൽ ചിന്തിക്കാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ പ്രശസ്തനായ സ്പോർട്സ് താരമോ ആരോ ആയിക്കട്ടെ. അപ്പോൾ അത്തരത്തിൽ പ്രശസ്തനായ ഒരു വ്യക്തിയെ നമ്മൾ ടോപ്പിക്കായിട്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ ലൈഫ് ലൈനൊക്കെ പറയുന്നതാണ് എന്ത്, ഈ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഫൈൽസ്. അപ്പോൾ നമുക്ക് പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഇതിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ, സംഭവിച്ചിട്ടുള്ള സംഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ, പ്രധാന സംഭവങ്ങൾ, നേട്ടങ്ങൾ, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ, ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഒരു പ്രൊഫൈൽസ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഫീച്ചറിൽ വിവരിക്കുക, അല്ലേ. അപ്പോൾ ആളുകളിലേക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആ വ്യക്തിയെ പരിചയപ്പെട്ടു എന്ന് തോന്നുന്ന തരത്തിൽ വേണം നമ്മൾ പേഴ്സണാലിറ്റി ഫീച്ചർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടത്, അല്ലേ. ആ പേഴ്സണാലിറ്റി ഫീച്ചറിൻ്റെ കൺക്ലൂഷനിൽ വേണ്ടത്, കൺക്ലൂഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ വായനക്കാരൻ എന്ത് ഫീൽ ചെയ്യണം, ഈ വ്യക്തിയെ എനിക്ക് കൂടുതൽ പരിചയമായി അല്ലെങ്കിൽ വളരെ നന്നായിട്ട് അറിയാം എന്നുള്ള ഫീലിംഗ് വായനക്കാരന് കിട്ടണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ എഴുത്ത്. അപ്പം അതാണ് ഒരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിവരിക്കുന്ന തരം എഴുത്തിനെ നമ്മൾ അല്ലെങ്കിൽ ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഫൈൽസ്. ഓക്കെ, അടുത്തത് ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സാണ്. ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചരിത്ര സംഭവങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയെയും നമ്മുടെ രാഷ്ട്രീയത്തിനെയും നമ്മുടെ സംസ്കാരത്തിനെയൊക്കെ മാറ്റിമറിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാക്കിയ ഒരു സംഭവത്തിനെ നമ്മളൊരു സ്റ്റോറി ആയിട്ട് എടുക്കുക, അല്ലേ. അപ്പോൾ അത് അങ്ങനെ എടുത്ത് ഒരു സ്റ്റോറി എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ്, അല്ലേ. അപ്പോൾ അതിൽ ചിലപ്പോൾ സംഭവിച്ച കഥകളുണ്ടായിരിക്കാം, ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മളതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരും, അല്ലേ. അപ്പോൾ ഇതിലൊരു പ്രത്യേകത, ഇത് ഹിസ്റ്ററിയാണ് അല്ലെങ്കിൽ ഒരു ചരിത്ര സംഭവങ്ങളാവുമ്പോൾ ആ സംഭവങ്ങളിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല വിവരങ്ങളായിട്ട്. കാരണം ഫാക്റ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ എപ്പോഴും സത്യം അതുപോലെ തന്നെ അല്ലെങ്കിൽ വാസ്തവം അതുപോലെ എഴുതേണ്ട ഒരു ഫീച്ചറാണ് ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ്. നമ്മൾ ചരിത്ര സംഭവങ്ങളൊക്കെ സംഭവിച്ച ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയി കണ്ടായിരിക്കണം ഇത്തരം ഫീച്ചറുകൾ എഴുതേണ്ടത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ന്യൂസ് ഫീച്ചറാണ്. അപ്പോൾ ഇത് ന്യൂസ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിലനിൽക്കുന്ന പല വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, അല്ലേ. അപ്പം അത്തരം വാർത്തകളെക്കുറിച്ച്, ഇന്ന് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച്, വാർത്തകളെക്കുറിച്ച് നമ്മൾ എഴുതുന്ന ഒരു ലേഖനമാണ് ന്യൂസ് ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ എ ന്യൂസ് ഫീച്ചർ is a kind of feature story that focuses on a hard news topic.
ഇന്ന് നിലവിലുള്ള ഒരു ഹാർഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ വെരി സീരിയസ് ന്യൂസ്, അതിനെയാണ് നമ്മൾ ഹാർഡ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഇപ്പം ഇന്നറിയാലോ, ഇന്നത്തെ നിലയിൽ നമുക്ക് സ്വർണ്ണക്കടത്തൊക്കെ വളരെ ഒരു ഹാർഡ് ന്യൂസ് ആണ് അല്ലേ, അതുപോലെ തന്നെ ഈ കൊറോണ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതിനെയൊക്കെ ഒരു ലേഖനമാക്കി മാറ്റി, അല്ലെങ്കിൽ അത്തരം ന്യൂസിൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവത്തിനെ ഒരു ലേഖനമാക്കി മാറ്റി എഴുതുന്നതിനെയാണ് നമ്മൾ ന്യൂസ് ഫീച്ചേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഓൾറെഡി ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ വളരെ അറിവുള്ളവരായിരിക്കും, കാരണം വാർത്തകളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള ഒരു അറിവ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ അറിവിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഒരു ന്യൂസ് ഫീച്ചർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ആൾക്കാർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ അറിയാം. പിന്നെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലേഖനമായിരിക്കും ന്യൂസ് ഫീച്ചറുകൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ അതിനെ കൂടുതൽ ശ്രദ്ധിച്ചെഴുതേണ്ടതാണ്. അപ്പോൾ ടോപ്പിക് എപ്പോഴും ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതാണെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം എന്ത്, ന്യൂസ് ഫീച്ചേഴ്സ്. നാട്ടിൽ ഇന്ന് സമൂഹത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ സമൂഹത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങളോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ടോപ്പിക്കായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്കിൽ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് വേണ്ടി വരും നമുക്ക് ഇത് എഴുതുമ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചേഴ്സാണ്. മനുഷ്യന് ഇൻട്രസ്റ്റ് ഉള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിനെ വിവരിക്കുക, അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് വിവരിക്കുക അല്ലെങ്കിൽ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. കാരണം മനുഷ്യന് താല്പര്യം പല കാര്യങ്ങളിലാണ്. അപ്പോൾ പല കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ആയിരിക്കാം ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ ആയിരിക്കാം എന്നൊക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഇപ്പോൾ ഇതൊക്കെയാണ് എന്ന് പറയാൻ പറ്റില്ല. ഏത് കാര്യങ്ങളും മനുഷ്യന് താല്പര്യമുള്ളതായിട്ട് വരും. അപ്പോൾ നമുക്ക് അതിനെ മാനസിക താല്പര്യമുള്ള വിഷയങ്ങൾ എന്ന് പറയാം അല്ലേ, മാനസിക താല്പര്യമുള്ള വിഷയങ്ങൾ എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഫീച്ചറുകൾ വരുമ്പോൾ എന്താണ്, ആൾക്കാർക്ക് പല കാര്യങ്ങളോടാണ് ഓരോ ദിവസങ്ങളിലും താല്പര്യം ഉണ്ടാവുക. ആൾക്കാരുടെ ദേഷ്യത്തിനെ ഉണർത്തുന്നതും ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആണ്, ആൾക്കാരുടെ സന്തോഷത്തിനെ ഉണർത്തുന്നതും ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആണ് അല്ലേ, ആൾക്കാരെ സങ്കടപ്പെടുത്തുന്നതും ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ആൾക്കാരുടെ വികാരങ്ങളെയൊക്കെ ഉണർത്തുന്ന തരത്തിലുള്ള സ്റ്റോറികളെയാണ് നമ്മൾ മാനുഷിക താല്പര്യമുള്ള സ്റ്റോറികൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാരിൽ സഹതാപമോ ദേഷ്യമോ അമ്പരപ്പോ ഇഷ്ടക്കേടുകളോ ഒക്കെ ഉണർത്തുന്ന തരത്തിലുള്ള ഫീച്ചറുകളെയാണ് മാനുഷിക താല്പര്യ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത്തരം ഫീച്ചേഴ്സ് എഴുതുമ്പോൾ നമുക്ക് ആൾക്കാരെക്കുറിച്ച് എഴുതാം, സ്ഥലങ്ങളെക്കുറിച്ച് എഴുതാം, മൃഗങ്ങളെക്കുറിച്ച്, വസ്തുക്കളെക്കുറിച്ച്, എന്തിനെ പറ്റിയും ടോപ്പിക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് ഒരു എന്താ പറയുക, ഒരു ഫാക്റ്റിനെ കൂടുതൽ ബേസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇത് ഒരു ഒബ്ജക്റ്റീവ് ആവുന്നതിനേക്കാളും കൂടുതൽ ഇതൊരു ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ആണ് ഇതിന് കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു തരം ഫീച്ചേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് കോളംസ് ആണ്, പങ്ക്തികൾ. കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഭിപ്രായങ്ങൾ വരുന്ന ഭാഗങ്ങളെയാണ് അഭിപ്രായങ്ങൾ എഴുതുന്ന തരം ഫീച്ചറുകളെ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എഴുതുന്ന തരം ലേഖനങ്ങളെ വിളിക്കുന്ന പേരാണ് പങ്ക്തി അല്ലെങ്കിൽ കോളംസ്. ഇത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനോ ഏതെങ്കിലും നിലയിൽ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയോ ആണ് ഇത് എഴുതുക. അപ്പോൾ നല്ല കഴിവുള്ള, നല്ല ഓൾറെഡി തെളിയിക്കപ്പെട്ട എഴുത്തുകാരോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ആണ് ഇത് എഴുതുക. ഇപ്പോൾ പല പ്രശസ്തരും എഴുതാറുണ്ട്, പല ആളുകൾ പേരും. അവരൊക്കെ എഴുത്തിൽ കഴിവ് കുറവാണെങ്കിൽ അവർ ചെയ്യുന്നത് അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും നല്ല എഴുത്തുകാരന് പകർന്നു കൊടുക്കുകയും അത് വ്യക്തമായിട്ട് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുമാണ് നമ്മൾ പങ്ക്തികൾ അല്ലെങ്കിൽ കോളംസ് ഉണ്ടാവുക. കോളംസിൻ്റെ പ്രത്യേകത ഒരു ആ എഴുത്തുകാരൻ ആരാണെന്നോ എന്താണെന്നോ അവിടെ ടൈറ്റിലിനടുത്ത് തന്നെ ഫോട്ടോ സഹിതം കൊടുത്തിരിക്കും. മാഗസീനിലൊക്കെ ആണെങ്കിൽ അത് സ്ഥിര പങ്ക്തി ആയിരിക്കും, സ്ഥിരമായിട്ട് ഏകദേശം അതേ പേജിൽ തന്നെ കൊടുക്കുന്ന രീതിയിലായിരിക്കും വരിക. അപ്പം ഇതിൽ കൂടുതലും ഇത് ഒരു പങ്ക്തി അല്ലെങ്കിൽ കോളം എന്ന് പറഞ്ഞാൽ ആ എഴുത്തുകാരൻ്റെ അഭിപ്രായം തന്നെയാണ് അതിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തനതായ അഭിപ്രായവും അദ്ദേഹത്തിൻ്റെ ശബ്ദവുമായിരിക്കും അതിലൂടെ ആൾക്കാരിലേക്ക് അദ്ദേഹം എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു കഴിവുള്ള ഒരു
വ്യക്തിക്ക് മാത്രം, നല്ല എഴുത്തിൽ നല്ല കഴിവും അഭിപ്രായം പറയാനുള്ള ഒരു കഴിവുള്ളൊരു വ്യക്തിക്ക് മാത്രമാണ് നല്ലൊരു കോളം എഴുതാനുള്ള കഴിവുണ്ടായിരിക്കുക. ഓക്കെ, യോഗ്യത ഉള്ളത് പറയാം. അപ്പോൾ ഈ ഒരു അഭിപ്രായം മറ്റുള്ളവർക്ക് ശരിയാണെന്നും അർത്ഥമുള്ളതാണെന്നും മറ്റുള്ളവരിൽ എന്തെങ്കിലും ഒരു ബോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായമൊക്കെ ആയിരിക്കണം. അല്ലാതെ ആർക്കും അഭിപ്രായം ഉണ്ടാവാം, വില കുറഞ്ഞ അഭിപ്രായങ്ങളുണ്ടാവും, മറ്റുള്ളവർ അംഗീകരിക്കാത്ത തരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും അല്ലേ. പക്ഷെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആ അഭിപ്രായം ശരിയാവും, വളരെ നല്ല അഭിപ്രായം അല്ലെങ്കിൽ വ്യത്യസ്തത ഉള്ളതാണ് എന്ന് തോന്നുന്ന തരം അഭിപ്രായങ്ങളാണ് വിലയുണ്ടെന്ന് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ അഭിപ്രായമുള്ള ആൾക്കാരെ ആണ് പംക്തികൾ എഴുതാൻ അല്ലെങ്കിൽ കോളംസ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കോളമിസ്റ്റുകളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു ഭാഗമാണ് റിവ്യൂ. റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരൂപണങ്ങളാണ് അല്ലേ. എന്തെങ്കിലും ഒരു സൃഷ്ടി ഓൾറെഡി നിലവിൽ വന്ന അല്ലെങ്കിൽ പുറത്തിറക്കപ്പെട്ട അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്ത ഒരു സൃഷ്ടിയെക്കുറിച്ച് വിശദീകരിക്കുകയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതുമൊക്കെയാണ് ഈ റിവ്യൂ എന്ന് പറയുന്നത്. സിനിമയെക്കുറിച്ച് റിവ്യൂ എഴുതാം, നാടകങ്ങളെക്കുറിച്ച് റിവ്യൂ എഴുതാം, സംഗീതത്തിനെക്കുറിച്ച് റിവ്യൂ എഴുതാം, പുസ്തകങ്ങളെക്കുറിച്ച് റിവ്യൂ എഴുതാം അല്ലേ. അപ്പോൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ നിരൂപണമാണ്. നമ്മൾ കണ്ട അല്ലെങ്കിൽ വായിച്ച ഒരു സൃഷ്ടി അല്ലെങ്കിൽ കണ്ട ഒരു സിനിമ അല്ലേ, സിനിമയൊക്കെ ഒരു സൃഷ്ടിയാണ്. അങ്ങനെ വന്നിട്ടുള്ള ഒരു സൃഷ്ടിയെക്കുറിച്ച് നമ്മുടേതായ അഭിപ്രായങ്ങൾ വിലയിരുത്തുന്നതിനെയാണ് നിരൂപണങ്ങൾ അല്ലെങ്കിൽ റിവ്യൂസ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ പോസിറ്റീവുകൾ മാത്രം വിളിച്ചു പറഞ്ഞ് അവരെ സുഖിപ്പിക്കുന്ന രീതിയല്ല, എന്നാൽ നെഗറ്റീവ് പറഞ്ഞ് അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയും അല്ല. നെഗറ്റീവും പോസിറ്റീവും എന്താണോ ആ സൃഷ്ടിക്കുള്ളത് അതൊക്കെ വിളിച്ചു പറയുന്ന ഒരു എഴുത്ത് ശൈലിയാണ് റിവ്യൂസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പല റിവ്യൂകളും വായിച്ചിട്ടുണ്ടാവാം, സിനിമ റിവ്യൂകളും അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ റിവ്യൂ ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സൃഷ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്ന രീതിയാണ് റിവ്യൂ എന്നുള്ളത്. അപ്പോൾ വെറുതെ ഒരു അഭിപ്രായം പറയലല്ലാതെ വിലയുള്ള അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് ഈ റിവ്യൂസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാളെ വിളിച്ച് റിവ്യൂ ചെയ്യിപ്പിക്കാറില്ല. നല്ല പ്രശസ്തരായ റിവ്യൂവർമാരുണ്ടാവും, അപ്പോൾ റിവ്യൂ ചെയ്യുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഓരോ കാര്യത്തിനെയും കൃത്യമായി നിരൂപണം നടത്താൻ കഴിവുള്ള എഴുത്തുകാരുണ്ടാവും. അവരെയൊക്കെയാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ അവർ കൃത്യമായ റിവ്യൂസ് എഴുതുന്നു. ഇത്തരം അഭിപ്രായങ്ങളാണ് അല്ലെങ്കിൽ ഒരു സൃഷ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായ ലേഖനത്തിനെ വിളിക്കുന്ന പേരാണ് റിവ്യൂകൾ. ഓക്കെ, അടുത്തതാണ് ഉപന്യാസം അല്ലെങ്കിൽ എസ്സേസ് എന്ന് പറയുന്നത്. എസ്സേകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗദ്യരൂപത്തിൽ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള ഒരു സാഹിത്യ രചനയാണ് ഉപന്യാസം. അപ്പോൾ ഇത് സാധാരണയായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുക, അതിനെക്കുറിച്ചുള്ള അനുമാനങ്ങൾ ഗസ്സിങ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതായിരിക്കാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. അപ്പം നമ്മളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് എഴുതുന്നതിനെയാണ് ഉപന്യാസം അല്ലെങ്കിൽ എസ്സേകൾ എന്ന് പറയാം. ഇത് നമ്മൾ മാഗസീനിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഉപന്യാസം ഏത് വിഷയത്തെക്കുറിച്ചും ഉള്ളൊരു രചന ഉണ്ടാവാം അല്ലേ. ഏത് രചനയെക്കുറിച്ചും ഏത് കാര്യത്തിനെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാം, ഉപന്യാസം എഴുതാം. ഉപന്യാസത്തിൽ ഒരു ശരിയായ പ്രസ്താവനകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഉപന്യാസമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. വെറുതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താവില്ല, ഒരു ഉപന്യാസമായി മാറില്ല. കൃത്യമായ ഒരു പ്രസ്താവനകൾ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വന്നാൽ മാത്രമേ അതെന്താവുള്ളൂ, ഒരു ഉപന്യാസം അല്ലെങ്കിൽ ഒരു എസ്സേ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഉപന്യാസത്തിൻ്റെ പ്രത്യേകത. പിന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കൊടുക്കുക. ഓരോ ഖണ്ഡികകളും സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നമ്മൾ കൃത്യമായിട്ട് ഉള്ള കാര്യങ്ങൾ പറയുക, ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അത് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് അവർക്ക് മനസ്സിലാകും കൂടെ ചെയ്യുമ്പോഴാണ് അത് നല്ലൊരു എസ്സേ ആകുന്നത് കേട്ടോ. അപ്പോൾ അടുത്തതാണ് ഫോട്ടോ ഫീച്ചേഴ്സ്. ഫോട്ടോ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എസ്സേസ് നമുക്ക് അതിന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഫോട്ടോ എസ്സേസ് എന്ന് പറയാം. അപ്പോൾ ഒരു വിഷയം പറയാൻ വേണ്ടി ചിത്രങ്ങളുടെ പരമ്പരയാണ് അല്ലേ. അപ്പോൾ ചിത്രങ്ങൾ ഇങ്ങനെ സ്റ്റോറി പറയുന്ന ഒരു രീതിയാണ് ഫോട്ടോ ഫീച്ചർ എന്ന് പറയാം. ഒരു സംഭവം നടന്നത് മുഴുവൻ നമ്മളതിൽ ചിത്രങ്ങളായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അതുപോലെ തന്നെ സീരീസായിട്ട് ചിത്രങ്ങൾ കൊടുക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് പെട്ടെന്ന് ചെന്ന് കയറും, ആൾക്കാരുടെ മനസ്സിലേക്ക്. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത നിലവാരത്തിനെ കാണിക്കുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ലൈഫിലെ ചേഞ്ചസ് കാണിക്കുന്ന ചിത്രങ്ങളോ ഒക്കെ കൊടുക്കാം നമുക്ക് ഫോട്ടോ ഫീച്ചറുകളായിട്ട്.
അപ്പോൾ ഒരു ചിത്രം, ഒരു കഥ പറയുക അല്ലെങ്കിൽ ചിത്രത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയാണ് ഫോട്ടോ ഫീച്ചറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വാർത്തകളോ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ നമുക്ക് എന്തായിട്ട് കൊടുക്കാം, ഒരു ഫോട്ടോ ഫീച്ചറായിട്ട് കൊടുക്കാം. ഇത് ആൾക്കാരിലേക്ക് ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു കാര്യം കൺവേ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത്തരം ഫോട്ടോകളെ നമുക്ക് ഫോട്ടോ ഫീച്ചേഴ്സായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, ആൾക്കാർക്ക് ഒരു വിവരം നൽകണം എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അടുത്ത ഒരു ഭാഗമാണ് ഫ്യൂച്ചർ ഓഫ് മാഗസീൻസ് ഇൻ ദ ഡിജിറ്റൽ എറ. ഇത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞൊരു ഭാഗമാണ് കേട്ടോ. മാഗസീനുകളുടെ ഭാവി ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ഇറ, മൊത്തം കാര്യങ്ങളും ഡിജിറ്റലായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഡിജിറ്റലാണ് അല്ലേ. നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായി മാറി അല്ലേ. മണി ട്രാൻസ്ഫർ ചെയ്യുന്നതും ഡിജിറ്റലായി, എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ പോലും നമ്മൾ ഡിജിറ്റലായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഇരുന്ന് നമുക്ക് ലോകത്തെ എവിടെയുള്ള ഒരാൾക്കും പൈസ അയച്ചു കൊടുക്കാം, അയാൾക്ക് അത് കിട്ടുന്നു. അതുപോലെ തന്നെ ഒക്കെ അങ്ങനെ തന്നെ ആയി മാറി. അപ്പോൾ ഈ ഒരു കാലത്ത് മാഗസീൻ എത്രത്തോളം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഭാവിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന അവസാനത്തെ ഭാഗം. അപ്പോൾ മാഗസീൻ്റെ ഭാവി എന്ന് പറയുന്നത് എന്താണ്, എന്ന് അവസാനിക്കും? ഈ ഡിജിറ്റൽ യുഗം വന്നു കയറിയിരിക്കുന്ന ആ സമയത്ത് ഇതിന് ഭാവി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ യുഗമാണെങ്കിലും അതിനോട് മത്സരിക്കുന്ന രീതിയിൽ മാഗസീനുകളൊക്കെ വളരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ മാഗസീനുകളൊക്കെ വാങ്ങുന്നതും ശ്രദ്ധിക്കുന്നതും കൂടിക്കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ അത് നശിച്ചു പോവുകയല്ല ചെയ്യുന്നത്. കാരണം എന്താണ്, ആ ഡിജിറ്റൽ യുഗത്തിനോട് ചേർന്ന രീതിയിൽ മാഗസീനുകൾ പുറത്തിറക്കാൻ ആരംഭിച്ചു. മനസ്സിലായോ? അല്ലാതെ പണ്ടത്തെ അതേ രീതിയോ അല്ലെങ്കിൽ ഒരു പഴയ മാഗസീൻ്റെ അവരെന്ന് പബ്ലിഷ് ചെയ്തോ അല്ലെങ്കിൽ അവർ വന്ന രീതിയിൽ തന്നെ അവർ തുടർന്നു പോവുകയല്ല ചെയ്യുന്നത്. ഓരോ മാഗസീനും തമ്മിൽ മത്സരിച്ചുകൊണ്ട് ആൾക്കാർക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ അവരിലേക്ക് എത്തുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് വേഷത്തിലും ഭാവത്തിലും രൂപത്തിലും ഒക്കെ മാറ്റം വരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. നമുക്കറിയാം, അതിനുവേണ്ടി അവർ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പരസ്യം കൊടുക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു മാധ്യമം മാഗസീനാണ്. ഓക്കെ, കാരണം മാഗസീനിൽ ഒരു പരസ്യവും കണ്ണിൽ പെടാതെ പോവില്ല. അതുകൊണ്ട് തന്നെ ഒരു പരസ്യം ഒരു മാഗസീനിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മളൊരു പരസ്യം കൊടുക്കേണ്ട നമുക്ക് എന്തെങ്കിലും സ്ഥാപനമോ എന്തുകൊണ്ടോ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ പരസ്യം കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മാഗസീനിലാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സ്പെൻസും ആവും. ഓക്കെ, വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട്, കാരണം അതിന് അത്രയും വിസിബിലിറ്റി ഉണ്ട് ഒരു മാഗസീനിലെ പരസ്യത്തിന്, ഒരു മാഗസീൻ ആഡിന് അത്രയും ആൾക്കാരെ കണ്ണിലേക്ക് എത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചാർജും അതിനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും മാഗസീനിൽ കൊടുക്കുന്ന പരസ്യങ്ങൾ വേസ്റ്റായി പോകണമെന്നില്ല. ഓക്കെ, ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കും അത്. പിന്നെ കൂടാതെ നമ്മൾ കണ്ടിട്ടുണ്ട്, മാഗസീനൊക്കെ മത്സരിക്കാൻ വേണ്ടി ഇന്ന് വളരെ ഗ്ലോസി പേപ്പറിൽ, ഹൈ ക്വാളിറ്റി പേപ്പറിലൊക്കെയാണ് പുറത്തിറങ്ങുന്നത് അല്ലേ, മാഗസീനിലെ എല്ലാ പേജുകളും. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു ഓൾഡ് ജനറേഷൻ സാധനമാണ് നമ്മളെ കയ്യിലിരിക്കുന്നത്, നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം വളരെ ക്വാളിറ്റി കൂടിയ പേപ്പറുകളിൽ വളരെ കളർഫുള്ളായിട്ട് ഒക്കെ അതിനകത്ത് ചിത്രങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അട്രാക്റ്റീവായിട്ടുള്ള ചിത്രങ്ങളും അട്രാക്റ്റീവായിട്ടുള്ള പേജുകളും അതിൻ്റെ ക്വാളിറ്റിയും കളറുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മാഗസിൻ മത്സരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. കൂടാതെ പല ഓഫറുകളും പല അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മാഗസീനിൽ ഉൾപ്പെടുത്താറുണ്ട്. കണ്ടിട്ടില്ലേ? നമുക്ക് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഗൃഹലക്ഷ്മി, വനിത, കാർഷകശ്രീ ഇതുപോലൊക്കെയുള്ള മാഗസീൻ്റെ ഒക്കെ കൂടെ ചിലപ്പോൾ സൗജന്യമായിട്ട് പല കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലേ. ചെറിയ ഷാംപൂ, സോപ്പ്, പൗഡറുകൾ, പിന്നെ അതുപോലെ തന്നെ വിത്തുകൾ അല്ലേ, വിത്തുകളും അത് കൃഷി സംബന്ധമായ സപ്ലിമെൻറ്റ് പേജുകൾ ഒക്കെ കൊടുത്തുകൊണ്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ. അപ്പോൾ കാലത്തിനനുസരിച്ച് നിൽക്കാൻ വേണ്ടി മാഗസീനുകൾ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്. അതൊക്കെ ഫലം കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ കാണാത്ത മാഗസീനുകൾ ഇന്ന് പുതിയതായിട്ട് മാർക്കറ്റിൽ വരാൻ കാരണം അത്രയും
അവർക്ക് ഭാവിയുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയാണ്. പിന്നെ അത് മാത്രമല്ല, വെറുതെ മാഗസീനുകൾ പുറത്തിറങ്ങുന്ന ഒരു മാഗസീൻ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു മാഗസീൻ പുറത്തിറങ്ങുന്ന പ്രസാധകർക്ക് ഇന്ന് ഡിജിറ്റൽ വേർഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾക്ക് പേപ്പറായിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഡിജിറ്റലായിട്ട് നമുക്ക് വായിക്കാനോ നമുക്ക് ഉപയോഗിക്കാനോ കഴിയുന്ന രീതിയിൽ എന്തുണ്ട്, മാഗസീനുകൾ ഇന്ന് നിലവിലുണ്ട്. മാഗസീൻ്റെ വെബ് പേജുകളുണ്ട്, വെബ്സൈറ്റുകളുണ്ട്, ഒക്കെ ഉണ്ട്. ആപ്പുകളായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ മൊബൈൽ ഫോണാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കയ്യിൽ കൊണ്ടെടുക്കുന്ന ഒരു സാധനം അല്ലേ? ആ കയ്യിൽ കൊണ്ടെടുക്കുന്ന മൊബൈൽ ഫോണിനൊപ്പം തന്നെ വരാൻ പറ്റുന്ന രീതിയിൽ മാഗസീനുകളൊക്കെ ഡിജിറ്റലുമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് മാഗസീൻ്റെ ഭാവി കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പേപ്പറിൽ കാണുന്നത് അല്ലെങ്കിൽ പേപ്പറായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യുന്ന ഒരു മാഗസീൻ മാത്രമല്ല മാഗസീൻ, അതിൻ്റെ പല ഈ ഡിജിറ്റൽ വേർഷൻസും മാഗസീനും ആപ്പുകളും ഒക്കെ മാഗസീൻസ് ആണ്. അപ്പോൾ മാഗസീൻ ഒരിക്കലും എന്താവുന്നില്ല, അതിൻ്റെ നാശത്തിലേക്കല്ല പോകുന്നത്, അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ മാക്സിമം ടെക്നോളജി ഡിജിറ്റൽ എറയുടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ക്വാളിറ്റിയും സ്വീകരിച്ചുകൊണ്ട് ആണ് മാഗസീൻസ് മുന്നോട്ട് വരുന്നത്. ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. നന്ദി. താങ്ക് യു.